എന്താ മമ്മി പറയണെന്ന് പറഞ്ഞേ? നീ രാവിലെ എന്ത് കഴിച്ചു? ഞാൻ ദോശ കഴിച്ചു. സമയാസമയം ആഹാരമെല്ലാം കഴിക്കണം കേട്ടോ. മമ്മി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. ഓ, ഞാനിനി എന്ത് ശ്രദ്ധിക്കാനാ? ആർക്ക് വേണ്ടി? ആ പയ്യൻ എങ്ങനെയാ? എല്ലാ കാര്യം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലല്ലേ? വിഷ്ണു എല്ലാ കാര്യം ശ്രദ്ധിച്ചോളൂ മമ്മി. നീ ഇനി പഠിക്കാനോ വർക്ക് ചെയ്യാനോ ഒന്നും പോകുന്നില്ലേ? പോണം. അതിനി ഇവിടെ ആരെങ്കിലും തടസ്സം പറയോ ഇനി? ഇല്ല മമ്മി. അതിനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അതുപോലെ പയ്യൻ്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും എന്നോട് പറയണം, ഞാൻ സംസാരിക്കാം. ഞാൻ പറയാം മമ്മി. മോക്ക് എപ്പം ആ പയ്യന് വേണ്ടി ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ തോന്നുമോ അപ്പം പോയി താമസിക്കാം. എന്നോട് പറയണം. നീ ഇങ്ങനെ ചെയ്യുന്നു മമ്മി ഒട്ടും പ്രതീക്ഷിച്ചില്ല മോളെ. വലിയൊരു അടി കിട്ടിയ പോലെ ആയിപ്പോയി. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ പെട്ടെന്ന് മറക്കില്ല നിനക്കറിയാലോ. എനിക്കെല്ലാം അറിയാം മമ്മി. ഞാൻ ചെയ്തതെല്ലാം തീർത്ത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വിഷ്ണു നല്ല ആളാ മമ്മി. അതൊക്കെ ആയിരിക്കാം, പക്ഷെ പെട്ടെന്നൊന്നും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. ജീവിതമല്ലേ, മനുഷ്യരാണ്. സമയം എടുത്ത് എന്തു ചെയ്ത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അതൊക്കെ അറിയാം മമ്മി. നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും നീ എന്നെ അറിയിച്ചില്ലെങ്കിൽ നിന്റെ പപ്പയെ അറിയിക്കണം. അറിയിക്കാം മമ്മി. എല്ലാ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും വിളിച്ച് അതിഗംഭീരമായിട്ട് നിന്റെ വിവാഹം നടത്താൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നീ എല്ലാം ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത്. നിനക്ക് വേണ്ടിയായിരുന്നില്ലേ മമ്മി? മോളെ എന്താടോ, എന്ത് പറ്റി? ഒന്നുമില്ല. നീ കരയാണ്? ഏയ് ഇല്ല മോളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി കണ്ടറിഞ്ഞ് ജീവിക്കുക എന്നും പറഞ്ഞ് ഒന്ന് സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടപ്പെടാത്ത കണ്ട ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുക. പ്രതികരിക്കേണ്ടടുത്ത് നീ പ്രതികരിക്കുക. എന്നാൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച വേണമെന്നാണ് ഞാൻ പറയണത്. മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടോ മമ്മി? എൻ്റെ മോള് ചെല്ല്, ഞങ്ങൾ ഉടനെ ഇറങ്ങും. ചെല്ലു മോളെ, ഞാൻ മമ്മിയെ കൂട്ടിയിട്ട് ഇപ്പോൾ വരാം. ശരി പപ്പ. നീ പുറമേ ഒന്നും കാണിച്ചില്ലെങ്കിലും അവളെ ഓർത്ത് നിൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സംസാരിച്ചത് നന്നായി. അവളുടെ മനസ്സിലുള്ള വിഷമത്തിൽ കുറയുമല്ലോ. നിങ്ങൾ പോയ കാര്യം എന്തായി? അതൊക്കെ നടന്നു, പക്ഷെ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വന്നു. അവന്മാർക്ക് നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നല്ല ഡിമാൻഡ് കിട്ടും. അതുകൊണ്ട് കുറച്ച് നഷ്ടമായി. സാരമില്ല, ഇതൊരു സ്പെഷ്യൽ കേസല്ലേ. ബാ നമുക്ക് ഇറങ്ങാം. ചായ കുടിക്കാനൊന്നും നിന്നില്ലമ്മേ. ഇനിയും സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെയൊന്നും അല്ല പെരുമാറിയത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ പെരുമാറിയത്. ആ പയ്യല്ല ശരിയാവെന്ന് വിചാരിക്കുന്നു. അമ്മ എന്നാ വരുന്നേ? നാളെ വരുമോ? ആ ശരി. അവിടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കോ എങ്ങനെയുണ്ട്? ആണല്ലേ, ശരി എന്നാ അമ്മ നടക്കട്ടെ. ഞാൻ വൈകുന്നേരം വിളിക്കാം. ഓക്കെ. പടവലത്ത് അമ്മ ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. തന്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എടോ, താൻ ചേട്ടനെ വിളിച്ചായിരുന്നോ? ആ, എന്നെ വിഷ്ണു ഇപ്പൊ ഇങ്ങനെ വിളിച്ചാ കേട്ടപ്പോ എല്ലാം ഭയങ്കര സന്തോഷമായി. അതെന്തുകൊണ്ടാന്നറിയോ? കുറെ നാളായില്ല താനിങ്ങനെയൊക്കെ സന്തോഷിച്ചിട്ട്, അതുകൊണ്ടാ. പപ്പയും മമ്മി ഇവിടുന്ന് പോയിട്ട് വിളിച്ചാ? ഞാൻ ഇപ്പൊ പപ്പയെ അങ്ങോട്ട് വിളിച്ച്. പപ്പയും ഭയങ്കര സന്തോഷമായി. എല്ലാരും എന്തായാലും എല്ലാം പയ്യെ ശരിയാവും. ശരിയാവാതെ എവിടെ പോവാൻ? ചേച്ചിയുടെ മമ്മയും പപ്പയും വരുമോ? പിന്നെ വരത്തില്ലേ? അടിപൊളി. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ പോണം കേട്ടോ. അയ്യോ, തന്റെ വീട്ടിൽ വരെ തിടുക്കമായിട്ട് നിൽക്കുകയാണ്. ഒന്ന് തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂല. തന്നെ മമ്മീനെയും പപ്പീനെ സോപ്പിട്ട് അവിടെ തന്നെ നിന്നോളൂ. അവളാരെ സോപ്പിടുന്നു വേണ്ട, അവളെല്ലാവർക്കും ഇഷ്ടല്ലേ അല്ലേ വറു? അവളെ കൂടുതൽ അങ്ങോട്ട് പുകഴ്ത്തണ്ട. പൊങ്ങി തല അങ്ങോട്ട് മുകളിലെത്തും. രണ്ടും കൂടെ ചർച്ച തന്നെ. അപ്പോഴൊക്കെ ബാലച്ചൻ കയറി വരാറുണ്ടല്ലോ. അയ്യോ, ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വയ്ക്കോളാം. ഇപ്പോൾ ഈ വേണ്ടപ്പെട്ടവരൊക്കെ അണഞ്ഞിണഞ്ഞ് വരെയല്ലേ. അപ്പം നമ്മൾ കുറച്ച് മാറിക്കണം നല്ലത്. നമ്മളല്ലെങ്കിൽ വെറും കളിയപ്പലല്ലേ. എന്തുവാ ബാലുവച്ചാ? അത് തന്നെ. അച്ഛൻ എന്താ വെച്ചാ ആ കൊച്ചു മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് വരണേ ഉള്ളൂ. അതിൻ്റെ വന്ന് ഓരോന്നൊക്കെ കുത്തി പറഞ്ഞു തുടങ്ങി. അയ്യോ, ഞാൻ ഒന്ന് കുത്തി പറഞ്ഞല്ലേ. നിങ്ങളൊക്കെ സന്തോഷം തന്നെ എൻ്റെ സന്തോഷം. നിങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് ഒരു സന്തോഷം വേണ്ട ബാലുവച്ചാ. ആ, അതൊക്കെ ഇപ്പം പറയും. കാറും ഫ്ലാറ്റും ഫ്ലൈറ്റും ഒക്കെ വെച്ച് തീട്ടുമ്പോഴേ ഇതൊക്കെ അങ്ങ് മറക്കും. ചേച്ചി പ്ലെയിനിൽ കയറി പറന്നങ്ങ് പോകും. അത് തന്നെ മക്കളെ. അതെ, എൻ്റെ ചെറുക്കനെ കൊത്തിക്കൊണ്ട് പോകുമ്പോഴേ വല്ലപ്പോഴും ഒരിക്കൽ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കണേ. വേറെ ഒന്നുമില്ല, നമുക്ക് മക്കൾ മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു ആനന്ദവും. എന്തുവാ ബാലച്ചാ, ഞാൻ വിഷ്ണുവിനെ കൊത്തിക്കൊണ്ട് എങ്ങും പോകുന്നില്ല. എനിക്ക് ഇവിടുത്തെ ജീവിതമൊക്കെ തന്നെ ധാരാളം. എന്തായാലും വീട്ടുകാരെ ജനറ്റിക്ക് കാണുമല്ലോ. കുറച്ച് കഴിയുമ്പോഴേ ഇതൊരു ചെളിക്കുണ്ടായിട്ട് തോന്നും. അപ്പം സ്വന്തം വീട്ടിലേക്ക് തന്നെ പറന്നങ്ങ് പോകും. പറന്നു പോയില്ലെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം. ഞാൻ പറഞ്ഞത്. വിഷ്ണു വിളിക്കുന്നു. ഹലോ വിഷ്ണു. പാറു അവിടെ പോണ്. ഫുൾ ടൈം ആ പെങ്കൊച്ചിന്റെ പുറകെയാ.
എന്തായാലും ഹൈമാവതിയമ്മ ആ കൊച്ചിൻ്റെ അടുത്തെ ഒന്ന് തണുത്ത് സംസാരിച്ചല്ലോ. എല്ലാം സംസാരിച്ചുള്ള പോക്ക് കണ്ടിട്ട് എനിക്ക് വല്ല തണുത്തായിട്ട് തോന്നണമൊന്നുമില്ല. അച്ഛാ, അവരുടെ ഇന്നത്തെ സംസാരം കേട്ടിട്ട് അച്ഛൻ എന്താ തോന്നിയത്? ഞാൻ ചിരിച്ചു കളിച്ച് നിന്നേ ഉള്ളൂ. പക്ഷേ അത്രയ്ക്കൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. അതെനിക്ക് മനസ്സിലായിരുന്നു അച്ഛൻ ചിരിച്ചും കളിച്ചാൽ നിന്നേന്നുള്ളത്. എന്നാലും അവർ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അച്ഛാ തണുത്ത്? എവിടെ ഒരു ജമ്പിങ് അല്ലേ? ആ, ഉറപ്പായിട്ടും. അച്ഛാ, ഇന്നലെ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയവരെ ഇത്ര പെട്ടെന്ന് മാറുമോ? ഇതിന്റെ പുറകിൽ എന്തോ ഒരു പന്തി കിട്ടില്ലേ? ബിസിനസ്സുകാരല്ലേ, ക്രൂക്കഡ് മൈൻഡായിരിക്കും. ഒരാളെ കഴുത്തറ തല ചിരിച്ചോണ്ട് വയ്ക്കും. കരിക്കൽ മനസ്സായിരിക്കും. അതൊരു അയാളൊരു അഭിനയം കണ്ട ആ കൊച്ചു പറഞ്ഞ കേട്ടാ, കരിങ്കൽ ഹൃദയമുള്ള ഹൈമാവതിയമ്മ കരഞ്ഞെന്ന്. അപ്പട്ടെയാണ് എനിക്ക് സംശയം. അച്ഛാ, അല്ല, അവരിന്നലെ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞേ? അവരെ നമുക്ക് ശരിക്കും അറിയാൻ പാടില്ല, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. അതിന്റെ പുറകെ അച്ഛനും ജംഗ്ഷനിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് അച്ഛനെ കാറ് ഇടിക്കാൻ ശ്രമിച്ചത്. ബാസി അങ്കിളിനെയും ദിയയുടെ അച്ഛൻ കാറും കൊണ്ട് ഇടിക്കാൻ ശ്രമിച്ചായിരുന്നു. അച്ഛനൊന്നും തോന്നണില്ല? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വണ്ടി ഇടിക്കാൻ വന്നതിന്റെ പുറകിലേ ഒരു പ്ലാനിങ് ഉണ്ട്. അച്ഛനത് ഫീൽ ചെയ്യുന്നുണ്ടോ?